അസ്സലാമു അലൈക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിൽത്തെ മതസ്ഥരെ എല്ലാവരും അറിയുന്നതിനു വേണ്ടി ഇളയവനായ ഭാവിയായ ബുദ്ധൻ അറിയുന്ന ദേശ യൂട്യൂബ് കൂടെ ഒരു നൂറെ ഹബീബ് എന്ന ഒരു സ്വലാത്തിൻ്റെ ഒരു ചാനൽ കണ്ടു. അതിൽ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ തങ്ങളെ വിമർശിക്കുവാനോ ഉപദേശിക്കുവാനോ ഉള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടില്ല. എന്നിരുന്നാലും കൂടി അറിയുന്ന അറിവിനെ വെച്ചുകൊണ്ട് പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. പഠിച്ചവനെ അർശിലേക്കാണ് തന്നിരിക്കുന്നത്. റബ്ബെ കാക്കണേ റബ്ബെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹു. അഭിവായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവരെ പറ്റിയാണ് പറയുന്നത്. റബ്ബെ, തെറ്റ് വരാൻ വഴിയില്ല, കേട്ടതിനെ പറ്റി തിരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആയതുകൊണ്ട് ഹബീബ് നൂറ് ഹബീബ് എന്ന് പറയുന്ന എത്തക്കോയ എന്നവരുടെ അതർത്ഥത്തിൽ ഇത് കേൾക്കുന്നവരെല്ലാവരും എത്തിക്കുക. തെറ്റ് തെറ്റുകയാണെന്നതാണെങ്കിൽ അവരോട് തെറ്റ് തിരുത്താൻ വിനീതമായി അപേക്ഷിക്കുക എന്ന് വിനീതമായി ഞാൻ പറയുന്നു. കാരണം 2-3 കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആൾ കാശ് പിരിച്ചു. കാശ് കൊടുത്തവരുണ്ട് ആളുടെ കൂടെ. അത് ഒരു കല്യാണത്തിന് കാശ് പിരിച്ച് അല്ലെങ്കിൽ കല്യാണം നടത്തിയതിൻ്റെ ശേഷം 3 കോടി ഉറുപ്പിക വന്ന് 3.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നും, അതേപോലെ തന്നെ ഒരു കല്യാണം കഴിച്ചു കൊടുത്തു 90 ലക്ഷത്തിൻ്റെ അടുക്ക് കല്യാണം ചിലവ് വന്ന് ബാക്കി 1.2 ലക്ഷം ഉറുപ്പിക കൊണ്ട് അതുകൊണ്ട് സ്ഥലം വാങ്ങിച്ചു. കാശ് വെറുതെ വെച്ചാൽ ചെതിൽ പിടിച്ച് പോകില്ല എന്ന് ആളെ യൂട്യൂബ് കൂടെ ആൾ തന്നെ പറഞ്ഞ സംസാരം ഞാൻ കേട്ടു. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ ആ വാക്കിന് ഞാൻ യോജിക്കുന്നതല്ല. കാരണം ആളുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയാണ് കാശ് പിരിച്ചത്. സ്വന്തം മക്കളുടെ കല്യാണത്തിന് കാശ് പിരിച്ചു, അതുകൊണ്ട് കല്യാണം ചിലവ് കഴിഞ്ഞു. അതിൽ നിന്ന് ബാക്കിയുള്ള കാശ് കൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചത് എങ്കിൽ അൽഹംദുലില്ലാഹ്, വളരെ ഹൈർ. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കാശ് പിരിച്ചിട്ട് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിക്കുന്നത് ഏതൊരു മനുഷ്യനായാലും മുസ്ലിമായാലും മറ്റുള്ളവരായാലും ആരായിരുന്നാലും അത് മനുഷ്യത്തിന് യോജിച്ച ഒരു കാര്യമല്ല എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരെ മുതലിനെ ആഗ്രഹിക്കരുത്, യാചിക്കരുത്, അത് അപകരിച്ച് തിന്നരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാണ്ട് എനിക്ക് ഖുർആൻ പഠിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിപ്പോൾ അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ചൊല്ലി അല്ലാഹുവേ റഹ്മാൻ റഹീമായ റബ്ബെ, എല്ലാ പിശാചുകളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ് എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നും, അതിൽ പിന്നെ വെച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട പേരായിരിക്കുന്ന റഹ്മാനും റഹീമുമായ റബ്ബ് എന്നും കൂടി അത് ബിസ്മിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അറിയുന്നല്ല. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ് എന്നും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ അർത്ഥം അതിൽ പല അർത്ഥങ്ങളും വരുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിന് സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. കാരണം എനിക്ക് വലിയ കാര്യം അറിവില്ല എന്ന് വിചാരിക്കുക. ഞാൻ അറിവില്ലാത്തവനാണ്, പഠിപ്പില്ലാത്തവനാണ്. ആയതുകൊണ്ട് ആ തങ്ങൾ ചെയ്യേണ്ട ചുമതല അത്രയും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി കാശ് പിരിച്ചിട്ട സ്ഥലം വാങ്ങിച്ചെങ്കിൽ ആ വ്യക്തികൾക്ക് തന്നെ ആ സ്ഥലം വീട് വെക്കുന്നതിന് വേണ്ടി സഹായിക്കണമെന്ന് ഈ റജബ് മാസത്തിൻ്റെ ദിവസത്തിൻ്റെ ഒക്കെ ബർക്കത്ത് വിനീതമായി അപേക്ഷിക്കുകയാണ്. അഹ്ലുൽ ബൈത്ത് റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണല്ലോ. ആയതുകൊണ്ട് ഇത്രയും സംഖ്യ അല്ലെങ്കിൽ ഇത്രയും സ്ഥലം നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്, അത് നമുക്ക് അർഹതയില്ലാത്തതാണ് എന്നാണ് ഞാൻ
കേട്ടിടത്തോളം ഓരോ മൂലക്കന്മാരും ഓരോ തങ്ങന്മാരും അയാൾ പറയുമ്പോഴും എല്ലാം ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് ആ അറിവിനെ വെച്ചാണ് ഞാൻ പറയുന്നത്. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് നൂറ് എന്ന ഹബീബ്, നൂറ് എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചമാണ്. ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബായി ഉച്ചരിച്ച റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് എന്ന് പറയുന്നത്. ആയതുകൊണ്ട് ഹബീബിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അറിവില്ലാതിരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാനാണ് അറിവില്ലാത്തവൻ. ആയതുകൊണ്ട് അതിൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ മാസത്തിൻ്റെയും വരുന്ന സഭാ മാസത്തിൻ്റെയും റമളാൻ മാസത്തിൻ്റെയും ഒക്കെ ബറക്കത്തുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി തടി ശുദ്ധിയാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏത് സമയത്താണ് ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നമ്മളിലേക്ക് വിടുക എന്നുള്ളത് അറിയുകയില്ല. അതല്ല എങ്കിൽ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ സ്ഥലം വാങ്ങിച്ചു മറ്റേ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് അമേരിക്കയിൽ അള്ളാഹു ഒരു തീ കൊടുത്ത് പരീക്ഷണം നടത്തിയെങ്കിൽ നാളെ നിങ്ങൾക്ക് സഹായിച്ചവരും നിങ്ങളും കൂടി ഒരുമിച്ച് കൂടി ഫാത്തിഹ സ്വലാത്ത് നടത്തുന്ന സ്ഥലത്ത് ഒരു ഭൂകമ്പം ഉണ്ടാവാൻ അള്ളാഹു വിചാരിച്ചാൽ സെക്കൻഡ് നേരം കൊണ്ട് ഭൂകമ്പമുണ്ടാവും. നിങ്ങളെ സഹായിച്ചവരും നിങ്ങളെ പ്രോത്സാഹനം ചെയ്യുന്നവരും നിങ്ങളും കൂടി അതുകൂടെ ഭൂമിയിലെ അകം പറ്റി പോകുന്നതായിരിക്കും. ആയതുകൊണ്ട് അത്രയും വലിയൊരു ആപത്ത് വരുമ്പോൾ അതിൽ പല പാവപ്പെട്ട ഉമ്മത്തികളും മൂനാത്തുകളും അതിൽ പെട്ടുപോകും. അത് പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിനീതമായി അറിവില്ലാത്ത ഭാവി അയ വൃദ്ധൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എനിക്ക് ഒരു അറിവില്ല, ഒരു വിവരമില്ല, ഒന്നുമില്ല. നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു, കാശ് വെറുതെ വെച്ച ചെതിൽ പിടിച്ച് പോവില്ലേന്ന്. അതുകൊണ്ട് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് കുഴപ്പമില്ല. അത് അതിനർഹതപ്പെട്ടവർ അവരാണ്. അത്ര മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. അത്രയും മക്കൾ അവർക്കാണ് അവർക്ക് വീട് വെക്കാൻ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. റജബ് മാസമാണ്, തോബയല്ലി മടങ്ങാം. എല്ലാവർക്കും തോബയെല്ലാം മടങ്ങാൻ സൗകര്യമുള്ള മാസമാണ്. ഞങ്ങൾ ഉപദേശിക്കുക, ഞാൻ ആരെയല്ല, ഞാനൊരു തേങ്ങ വിളിക്കുന്ന വൃദ്ധനാണ്, ഭാവിയാണ്, ഒരു കഴിവുമില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെയും അള്ളാഹു അടുത്ത ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരാണ്, നിങ്ങൾ കുടുംബമാണ്. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട്, യാമനാളിൽ എന്നിൽ അടുക്കാൻ വരുന്നു എൻ്റെ അനുജന്മാർ വരും എന്ന് പറഞ്ഞ ആ അനുജന്മാരിൽ പെട്ട ഒരു അനുജനാണ് ഞാൻ എന്ന് മാത്രം മനസ്സിലാക്കുക. സഹാബിമാരോട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറഞ്ഞു, ഖിയാമത്ത് എന്നെ കാണാൻ വേണ്ടി എൻ്റെ അനുജന്മാർ വരും, അവരാണ് എനിക്ക് ഏറ്റവും വലിയ അധികാരികൾ എന്ന് പറയുന്ന ഓലേഖന്മാർ അയാൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ അനുജന്മാരിൽപ്പെട്ട ഒരു അനുജനാണ്. കാരണം അവരെല്ലാവരും സഹാബിമാരെല്ലാവരും അനുജന്മാരല്ലേ എന്ന് ചോദിച്ചപ്പോൾ സഹാബിമാരോട് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അനുജന്മാർ തന്നെ, പക്ഷേ നിങ്ങളേറ്റവും സ്ഥാനം അവർക്കാണ്. കാരണം നിങ്ങളെന്നെ കണ്ട അനുജന്മാരാണ്. അവർ കാണാതെ കണ്ടുകൊണ്ട് ഞാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ പിൻപറ്റിക്കൊണ്ട് മുമ്പാക്കം പോകുന്ന അനുജന്മാരാണ്. അതാണ് അവർക്ക് ആ സ്ഥാനം കൊടുക്കാൻ കാരണമെന്ന് ഹബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടവരാണ്. ഒരു പാവയായ വൃദ്ധനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഞാനതിന് ഉത്തരവാദിയല്ല. ഞാൻ അറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. അതെല്ലാം അമേരിക്കയും ഇസ്രായേലും മറ്റുള്ള രാഷ്ട്രങ്ങളും ചെയ്യുന്നത് പോലെ ചെയ്യുകയാണോ, അതിൽ കുറച്ച് പാവപ്പെട്ട ഭാവികൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് ദീനിൻ്റെ പേരിൽ ഇൽമ അറിയാത്ത പാവയ വൃദ്ധൻ ഈ മാസത്തിൻ്റെയും ഈമാൻ്റെയും ഇൽമിൻ്റെയും പേരിൽ ഞാൻ നമ്മളോട് പറയുന്നു. അറിയുന്ന വിവരം എനിക്കറിയാവുന്ന രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതിനെ കേൾക്കുന്നവരെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എത്തിച്ചു കൊടുക്കണം. തങ്ങൾ പാപ്പാക്ക് ഇത് അറിയിച്ചു കൊടുത്തുകൊണ്ട് എത്തും തന്നെ തങ്ങൾ പാപ്പാടെ തടി ശുദ്ധിയാക്കണമെന്ന് ദീനിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. മാസത്തിൻ്റെ ഒക്കെ ബർക്കത്തുകൊണ്ട്, വരുന്ന മാസത്തിൻ്റെ ഒക്കെ ബർക്കത്തുകൊണ്ട്, റമളാൻ്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിയും വിവരവും തന്നുകൊണ്ട് നിന്ന് പിന്തിരിയുവാനുള്ള നല്ലൊരു
മനസ്സിനെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ അവർക്കും ഞങ്ങൾക്കും അല്ലാഹുവെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്ന ആ സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ അവരെയും ഞങ്ങളെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അറിയുന്ന റഹ്മാനായ റബ്ബേ അതെല്ലാം പുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് റാഹത്തായി ഇനിയും അനവധി കുട്ടികളെ കെട്ടിക്കുവാനും അനവധി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുവാനും നല്ല രൂപത്തിൽ പിരിവെടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നേറുവാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും റഹ്മത്തും അവർക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ പാവികളാണ് റബ്ബേ, ദ്രോഹിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവെ പാവികളാണ് റബ്ബേ, പാവികളായ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ അല്ലാഹുവെ പാവികളായ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവെ ഒരുപാട് രോഗികൾ, ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് കഴിവില്ലാത്തവരവിടെ വന്നുകൊണ്ട് അവിടെ നിന്ന് അല്ലാഹുവെ ശബനം നൽകി കൊടുക്കുന്ന റഹ്മാനായ റബ്ബേ അവരുടെ കാര്യങ്ങൾക്ക് നിറവേറ്റി കൊടുക്കുന്ന റഹ്മാനായ റബ്ബേ റബ്ബിനോടെ മുന്നിട്ടുകൊണ്ട് റബ്ബിനോടാണ് പറയുന്നത്. അല്ലാഹുവെ ഇതിലെന്തേലും ഒരു തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നിട്ടുണ്ട് പുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നല്ല ബുദ്ധിയെ നിങ്ങൾ പാപ്പാക്കി കൊടുത്തുകൊണ്ട് മുന്നേറുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവെ റജബ് ശഅബാൻ മുതല്ലദീ റമളാൻ എന്ന് പറയുന്ന 3 മാസം അല്ലാഹുവെ ആദരിച്ച് ജീവിക്കുവാൻ ക്ഷമയോടുകൂടി ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി സബൂറോടുകൂടി അന്തസ്സോടുകൂടി ഈമാനോടുകൂടി ആഫിയത്തോടുകൂടി ബർക്കത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവെ ഒരുപാട് ഉമ്മത്തീങ്ങൾ രോഗം കൊണ്ട് അലിയുന്നവരുണ്ട് റബ്ബേ, ഇവരുടെ രോഗങ്ങൾക്ക് ശിവ നൽകണേ അല്ലാഹ്. അല്ലാഹുവെ വീടില്ലാത്തവർ, മക്കളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവർക്കെല്ലാം വീടിനെയും മക്കളെ കെട്ടിക്കാനുള്ള കഴിവിനെയും കൊടുത്തുകൊണ്ട് സഹായിക്കണേ അല്ലാഹ്. മക്കളെ കൊടുത്ത റബ്ബേ അവർക്ക് മക്കളെ കെട്ടിക്കാനുള്ള മാർഗത്തെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ വീടില്ലാത്തവരെ പടച്ച റബ്ബേ അവർക്ക് നല്ലൊരു വീടിനെ കൊടുക്കാൻ അല്ലാഹുവിന് കഴിയുന്നതാണ് റബ്ബേ. നല്ലൊരു വീട് കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യമില്ലാതാക്കി തന്ന റബ്ബേ ആരോഗ്യത്തിന് വീണ്ടു തരാൻ കഴിവുള്ള അല്ലാഹുവിനാണ്. അല്ലാഹുവെ ആരോഗ്യം വീണ്ടു തരണേ അല്ലാഹ്. അല്ലാഹുവെ റഹ്മാനായ റബ്ബേ റജബ് മാസത്തിൽ അവിടത്തേക്ക് ഉയർത്തിയ കൈകൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് രോഗം കൊണ്ട് അടിയുന്ന പാവകളായ ഉമ്മത്തികളുണ്ട് റബ്ബേ. വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവെ കുത്തുബെ കൂടെ ദുആ ചെയ്യുന്നുണ്ട്. മൂനാത്തുകൾ മുസ്ലിമാത്തുകൾ ആദിക്ക് ചെയ്യുന്ന മൂനാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമല്ല, ദുനിയാവിൽ പടക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കപ്പെട്ട എല്ലാ ഉമ്മത്തിങ്ങൾക്കും വേണ്ടിയാണ് മൂനാത്തുകൾ എന്ന് ദുആ ചെയ്യുന്നത്. ഒരു മാസത്തിൽ 4-5 വെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കുത്തുബയിൽ ദുആ ചെയ്യുന്നതാണ് റബ്ബേ. ആ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് റബ്ബേ. മൂനാത്തുകൾ ഉമ്മത്തിങ്ങൾ, ഇഴയന്തികൾ, യുവജാലങ്ങൾ, പുലപുഷ്പാദികൾ എല്ലാവർക്കും ആരോഗ്യം ആഫിയത്തും ധർമ്മത്തും നൽകണേ അല്ലാഹുവേ. അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ശരീരം കൊണ്ടും നാവ് കൊണ്ടും കൈകൃതം കൊണ്ടും എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് റബ്ബേ. എല്ലാം അറിയുന്ന റബ്ബിനാണ് റബ്ബേ. ഇതിൻ്റെ ദോഷങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ നിന്നുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊത്തുമാപ്പാക്കി തന്നുകൊണ്ട് ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നേറുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. കാത്ത് രക്ഷിക്കണേ അല്ലാഹുവേ. പറഞ്ഞതിൽ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവേ അവരേക്കും അല്ലാഹുവിനും എനിക്ക് പൊത്തുമാപ്പാക്കി തരുവാനുള്ള കഴിവുണ്ട് റബ്ബേ. പൊത്തുമാപ്പാക്കി തരണേ അല്ലാഹുവേ. ഒരാൾ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല അല്ലാഹ്. എനിക്ക് അറിയാവുന്നത് അവരെ വാക്കിൽ നിന്ന് കേട്ടത് എന്നെ തിരുത്തി കൊടുക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാഹ്. തെറ്റുണ്ടെങ്കിൽ പൊത്തുമാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പാവയാണ് റബ്ബേ. ഇനിയും ഇതേപോലെ അനവധി സദസ്സുകളിൽ അനവധി മക്കളെ കെട്ടിക്കുവാനും വീട് വെച്ച് കൊടുക്കുവാനുള്ള സന്മാർഗം, നല്ല ബുദ്ധിയും
സന്മനസ്സും അവർക്ക് നൽകണേയുള്ളോ, അവരെ സഹായിക്കുന്നവർക്ക് നൽകണേയുള്ളോ, അബദ്ധ വരുത്തല്ലേ ഉള്ളോ. അള്ളാഹു ഈ നല്ല രൂപത്തിൽ കൂടെ മുന്നേറുവാനുള്ള ബുദ്ധിയും വിവരം തൻ്റോടും ആഫിയത്തും ബർക്കത്തും റഹ്മത്തും അവർക്ക് നൽകണേയുള്ളോ. നല്ല ഈമാൻ്റെ വഴിയിൽ കൂടെ നൂറിൻ്റെ വഴിയിൽ കൂടെ ഹബീബിൻ്റെ വഴിയിൽ കൂടെ മുന്നേറുവാനുള്ള ബുദ്ധിയെയും വിവരത്തെയും അവർക്കും ഞങ്ങൾക്കും നിലനിർത്തി തരണേയുള്ളോ. അള്ളാഹു ഈ റഹീമായ റബ്ബേ, ഇവിടെ ഉയർത്തിയ കൈകൾ വെച്ചുകൊണ്ട് ഈ റംളാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് യാചിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ ഉള്ളോ. അവരുടെ യാചനയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളോ. ആരെങ്കിലും യാചിക്കുന്നവരുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം മോചിതരാക്കണേയുള്ളോ. അള്ളാഹുയെ ചോദിക്കാൻ കഴിവുള്ളവനല്ല അള്ളാ, പാവയാണ് റബ്ബേ, ഒരു വൃദ്ധനാണ് റബ്ബേ. അള്ളാഹുയെ വൃദ്ധൻ്റെ ദുആ സ്വീകരിക്കണേയുള്ളോ. അള്ളാഹുയെ ജോലിയുടെയും പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ആളുബലത്തിൻ്റെയും ബലം മറ്റും കൊണ്ട് ആരെങ്കിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് ദ്രോഹത്തിൽ നിന്ന് പിന്മാറുവാനുള്ള ബുദ്ധിയെ കൊടുത്തുകൊണ്ട് നല്ല മനസ്സിനെ കൊടുത്തുകൊണ്ട് അവരെ തോവയല്ലുകൊണ്ട് നല്ല രൂപത്തിലാക്കി തീർക്കണേയുമ്പോൾ അള്ളാഹുവേ ആരോഗ്യം തന്നതും പണം തന്നതും അവിടുന്നാണ്. അതിനെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹത്തിൽ ഉൾപ്പെടുത്തല്ലേ ഉള്ളൂ. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയെ കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ തൗഫീഖ് നൽകണേയുള്ളോ. അള്ളാഹുയറും റഹീമായ റബ്ബി, ആരോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരോഗ്യമില്ലാതെ കണ്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട് റബ്ബി. അവരുടെ ആരോഗ്യത്തിന് എത്രയും വേഗം ആരോഗ്യം നിലനിർത്തി കൊടുക്കണേയുള്ളോ. അള്ളാഹുവെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേയുള്ളോ. അള്ളാഹുവെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത അനവധി ആളുകളുണ്ട് റബ്ബി. അവരുടെ ഹലാലായ ഉദ്ദേശം അവരുടെയും ഞങ്ങളുടെയും ഹലാലായ ഉദ്ദേശം നിറവേറ്റി തരണേയുള്ളോ. അവർക്കും ഞങ്ങൾക്ക് ഈമാനെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേയുള്ളോ. അള്ളാഹുവേ മഖാമുൽ-ജന്നത്തിൽ എന്നെ സഹായിച്ചവരുണ്ട് റബ്ബേ. അതുപോലെ കഅബാലയത്തിൽ അള്ളാഹുവേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്ക് ഇമാമായി നിൽക്കുന്ന കുടുംബത്തിൽപ്പെട്ട ഹസ്സൻ ഇമാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവരെയും അവരുടെ കുടുംബത്തെയും ഭാര്യ മക്കൾ സന്താനങ്ങളെയും അള്ളാഹുവയുടെ നേരത്തെ വെള്ളം കൊടുത്താച്ച അവരെ ഭാര്യയുണ്ട് റബ്ബേ. അവർക്കും അവരുടെ മക്കൾക്കും ദീർഘായുസ് കൊടുക്കണേയുള്ളൂ. അവരെ പോലെ ഞങ്ങളെയും കാത്തു രക്ഷിക്കണേയുള്ളൂ. അതേപോലെ തന്നെ തായ്ഫിൻ്റെ ഭാഗത്തുള്ള ഫലഹ് അറോഗി എന്ന് പറയുന്ന ഒരു പാലകണ്ട് റബ്ബി. അവനെയും അവൻ്റെ കുടുംബത്തെയും അല്ലാഹുവേ കാത്തു രക്ഷിക്കണേയുള്ളൂ. അതേപോലെ പലവരുമുണ്ട്. സൗദിയുടെ മദീനയുടെയും മക്കയുടെയും ബൗണ്ടിൽപ്പെട്ടവരെ അല്ലാഹുവേ അവരെ കാത്തു രക്ഷിക്കണേയുള്ളൂ. അല്ലാഹുവേ അതേപോലെ തന്നെ കുവൈത്തിൽ നിന്ന് സഹായിച്ചവരുണ്ട് റബ്ബി. അവരെ കാത്തു രക്ഷിക്കണേയുള്ളൂ. അല്ലാഹുവേ ഗൾഫിൽ നിന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരു വ്യക്തിയുണ്ട് റബ്ബി. അവരുടെ കുടുംബത്തെയും അവരുടെ ആരോഗ്യത്തെയും അവരുടെ മക്കളുടെയും ആരോഗ്യം നിലനിർത്തണേയുള്ളൂ. അവർക്ക് റഹ്മത്തും ബർക്കത്തും നൽകണേയുള്ളൂ. അതെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ആരോഗ്യം നിലനിർത്തണേയുള്ളൂ, ബർക്കത്ത് നൽകണേയുള്ളൂ. അല്ലാഹുവേ അവർ ആഗ്രഹിക്കുന്ന മുതലവർക്ക് കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണേയുള്ളൂ. അല്ലാഹുവേ ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ആരെല്ലാം അവരുടെ മനസ്സിൽ അവർക്ക് ധനത്തിന് വേണ്ടി അവർ ദുആ ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ അവർക്ക് കണക്കല്ലാത്ത ധനം കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കണേയുമ്പോൾ അവരെ പരാജയക്കുഴിയിലേക്ക് വലിച്ചെറിയല്ലേ ഉള്ളൂ. അവരെ രക്ഷപ്പെടുത്തണേയുള്ളൂ. ഈ മാസത്തിൻ്റെ അവർക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഗൾഫിൽ നിന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത അവരെ മക്കളുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ആത്തായ രൂപത്തിൽ നല്ല കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണേയുള്ളൂ. ജന്മദിലാവയത്തിൽ നിന്ന് നല്ല രൂപത്തിലാവണേയുള്ളൂ. ആരോഗ്യം നൽകണേയുള്ളൂ, ആഫിയത്ത് നൽകണേയുള്ളൂ. അല്ലാഹുവേ പാവയാണ് റബ്ബേ, ചോദിക്കുന്ന ഉത്തരം നൽകണേയുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ
والدنيا حسنة وفي الآخرة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم قنا عذاب النار صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا 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 رب صل عليه وسلم اللهم صل على سيدنا يا رب صل عليه وسلم صلى الله على سيدنا وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته.